എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു സ്പിരിച്വൽ വീഡിയോ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രത്തിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ മന്ത്രം ഒരു വ്യക്തിയുടെ ലൈഫിനെ മാറ്റിമറിക്കും, സ്പിരിച്വലി ആണെങ്കിലും മെറ്റീരിയലി ആണെങ്കിലും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്താണ് ഈ മന്ത്രം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഈ മന്ത്രം രാമ എന്നുള്ള മന്ത്രമാണ്, അല്ലെങ്കിൽ റാം എന്നുള്ള മന്ത്രമാണ്. ഇപ്പോൾ രാമ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ്. പക്ഷെ രാമ എന്ന് പറയുന്നത് മതത്തിൻ്റെയും അപ്പുറമുള്ളൊരു സത്യമാണ്. രാ എന്ന് പറയുമ്പോൾ രാമനാമത്തിനെ അധികരിച്ച് മുക്തി നേടിയിട്ടുള്ള, രാമനാമം മൂലം മുക്തി നേടിയിട്ടുള്ള എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരുപാട് യോഗിമാരുടെ കഥകൾ നമുക്കറിയാം. രാമനാമത്തിനെ പ്രകീർത്തിച്ചിട്ടുള്ള അനേകം ഈവൻ റീസെൻറ്റ് പോലും യോഗി വര്യന്മാരെ നമുക്കറിയാം. അതിലൊന്നാണ് നീം കരോലി ബാബ, അതേപോലെ തന്നെ ഷിർഡിയിലെ ഷിർഡി സായിബാബ. അപ്പോൾ ഇവർ രണ്ടുപേരും രാമനാമത്തിനെ ഒരുപാട് പ്രകീർത്തിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് പാപ്പ രാംദാസ്, കാസർഗോഡ് ആനന്ദാശ്രമത്തിലെ പാപ്പ രാംദാസ്. രാമനാമം എന്താണ്? ആൾക്കാരെല്ലാം രാമ 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 എന്ന് ജപിക്കുന്നുണ്ട്. ചെറുതിലെ തൊട്ട് പ്രത്യേകിച്ച് ഹിന്ദു വീടുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രാമനാമം, രാമ 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 പാഹിമാം എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഈ രാമ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മറ്റനേകം നാമങ്ങൾ ഉണ്ടായിട്ടും, ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിലും ഒരുപാട് ഭാവങ്ങളിൽ ദൈവത്തിനെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ, ഭാവങ്ങളുടെ അടിസ്ഥാനത്തിലും താന്ത്രികമായിട്ടുമൊക്കെ ഉള്ള ഒരുപാട് ഭാവങ്ങളിൽ ഏകമായിട്ടുള്ള ദൈവത്തിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ നാമങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് രാമനാമത്തിന് ഇത്രയും പ്രചാരം കിട്ടാനായിട്ടുള്ളൊരു കാര്യം? അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാമ എന്ന് പറഞ്ഞാൽ, രാ എന്ന് പറയുമ്പോൾ എന്താണ്? രാ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ പല പല പരമ്പരകളിലുണ്ടെങ്കിലും രാ എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം ഫയർ എന്നൊരർത്ഥമുണ്ട്. ഫയർ എന്ന് പറയുമ്പോൾ അഗ്നി, സൂര്യൻ. മാ എന്ന് പറയുന്നത് അമ്മ, ചന്ദ്രൻ. ഈ അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്, അല്ലേ? രുദ്രൻ, അഗ്നി, നശിപ്പിക്കുന്നത്, ഡിസ്ട്രോയർ. മാ എന്ന് പറഞ്ഞാൽ മദർ, ജനനം. അപ്പോൾ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ, നശിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ മരണം. മാ എന്ന് പറഞ്ഞാൽ ജനനം. രാമ എന്ന് പറഞ്ഞാൽ എന്താണപ്പോൾ? ജനന മരണം. ജനനം മരണം, മരണം ജനനം. അതുകൊണ്ടാണ് ശിവൻ്റെ കാശിയിൽ ഒരാൾ മരിക്കുമ്പോൾ, അടക്കം ചെയ്യുമ്പോൾ എന്താണ് ചെവിയിൽ ഓതി കൊടുക്കുന്നത്? രാം നാം സത്യഹേ, അല്ലേ? ജനനം മരണമാണ് ഈ ജീവിതം. രാമനാമം താരകമന്ത്രമായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ ജനനം മരണം എന്നുള്ള ഈ സംസാരം എന്നുള്ള ഈ സൈക്കിളിൽ നിന്നും അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന താരകമന്ത്രമാണ് രാമനാമം. ഈ രാമനാമം ഉച്ചരിക്കുന്നവർക്ക്, സാധന ചെയ്യുന്നവർക്ക് ഈ സത്യം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. വേറൊരു ട്രഡീഷനിൽ രാമനാമത്തിൻ്റെ അർത്ഥം, രാ എന്ന് പറയുന്നത് സൂര്യ ബീജവും, ആ എന്ന് പറയുന്നത് അഗ്നിയും, മാ എന്ന് പറയുന്നത് ചന്ദ്രനും. ഈ 3 കാര്യങ്ങളല്ലേ ഭൂമിയിലേക്ക് വരുന്ന 3 ഡിഫറെൻറ്റ് ടൈപ്സ്, വ്യത്യസ്തമായിട്ടുള്ള 3 ഏകമായിട്ടുള്ള പ്രകാശത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള 3 ഭാവങ്ങൾ. ഈ പ്രകാശം എന്താണ്? ജ്യോതി എന്താണ്? ഈശ്വരൻ. ജ്യോതിസ്വരൂപനാണ് ഈശ്വരൻ. ജ്യോതിർലിംഗം എന്നാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ ഇസ്ലാമിൽ നൂറല്ല എന്ന് പറയുക. നൂർ, പ്രകാശം. ബൈബിളിൽ നോക്കുകയാണെങ്കിൽ മോശയ്ക്ക്
ഈശ്വരൻ പ്രകാശമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. പ്രകാശം ഈശ്വരൻ്റെ ചിഹ്നമാകുന്നു. രാമ എന്ന് പറയുമ്പോൾ അത് പ്രകാശമാകുന്നു, പരബ്രഹ്മമാകുന്നു. അതേപോലെ നമ്മളുടെ ഉള്ളിൽ ഒരു രാമയുണ്ട്, അതാണ് ആത്മാരാമൻ. നമ്മളുടെ ഉള്ളിലുള്ള സെൽഫ്, നമ്മളാകുന്ന സെൽഫ്, നമ്മളുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം, ആത്മാരാമൻ. സിഖ് മതത്തിൽ നിങ്ങൾ നോക്കുക, ഗുരു ഗ്രന്ഥ് സാഹിബ് എടുക്കുക, അതിനകത്ത് രാമനെക്കുറിച്ച് പറയുന്നത് എന്താണ്? രാമനെയാണ് നമ്മൾ തേടേണ്ടത്. ഏറ്റവും വലിയ സത്യം രാം. അവിടെ രാം എന്ന് പറയുന്നത് ആ സത്യത്തിനെയാണ്. പല പല അർത്ഥങ്ങളാണ് ഈ രാമ എന്ന് പറയുന്നത്. ഒരുപാട് പേരുകളുണ്ട്. രാമ എന്ന് പറയുന്ന ഒരുപാട് പേരുകളുണ്ട്. ബലരാമൻ്റെ പേരും രാമനാണ്. ബല എന്നുള്ളത് വിശേഷണമാണ്. പരശുരാമൻ, പരശു എന്നുള്ളത് ആയുധത്തിൻ്റെ പേരാണ്. രാമൻ എന്നാണ് പേര്. അതേപോലെ അയോധ്യയിലെ രാമൻ. അപ്പോൾ ഈ രാമൻ, ഈ പ്രപഞ്ചമാകുന്ന ഈ കോസ്മിക് കോൺഷ്യസ്നസ് ഒരുപാട് രൂപങ്ങളിൽ അത് വന്നിട്ടുണ്ട്, അവതരിച്ചിട്ടുണ്ട്. കബീർദാസ് പറയുന്നു, മഹാനായ കബീർദാസ് പറയുന്നു, രാമനാമം, രാമൻ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദം. രാമ എന്ന് പറയുന്നത് സച്ചിദാനന്ദൻ, സച്ചിദാനന്ദ പരബ്രഹ്മം. പരബ്രഹ്മത്തിനെയാണ് അവിടെ സച്ചിദാനന്ദമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് രാമ എന്ന് നമ്മൾ പറയുന്നത്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു നാമമാണ് രാമനാമം. ഈ രാമനാമം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കിട്ടും എന്നാണ് നീം കരോലി ബാബ പറഞ്ഞിട്ടുള്ളത്. ഷിർഡി സായിബാബയുടെ ദർബാറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഷിർഡി സായിബാബ മഹാരാഷ്ട്രയിലെ ഷിർഡിയിൽ വസിച്ചിരുന്ന ഒരു ബുദ്ധനാണ്. ബുദ്ധൻ എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആത്മസാക്ഷാത്കാരം ലഭിച്ച ബുദ്ധൻ. ഒരു ബുദ്ധൻ എന്ന് പറയുന്നൊരു വ്യക്തിയല്ല, ബുദ്ധൻ എന്ന് പറയുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ ഷിർഡി സായിബാബ പറയുന്നത്, എപ്പോഴും ജപിക്കൂ ശ്രീറാം ജയറാം ജയ ജയറാം എന്നാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ രാമനാമത്തിനെ കുറിച്ച് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം നിങ്ങൾ എടുത്തു നോക്കുക. വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 നെയിംസ് ഓഫ് വിഷ്ണു, 1000 നാമങ്ങളാണ്. അപ്പോൾ പത്മപുരാണത്തിൽ പാർവതി ശിവനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ പാർവതി ചോദിക്കുകയാണ്, ഈ 1000 നാമങ്ങൾക്കും തുല്യമായിട്ട് എന്തെങ്കിലും നാമമുണ്ടോ ഈശ്വര? അപ്പോൾ ശിവൻ പറയുകയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. രാമൻ്റെ നാമം ഉച്ചരിക്കുന്നത്, രാമനാമം ഉച്ചരിക്കുന്നത് ഈ 1000 നാമങ്ങൾക്കും തുല്യമാണ്. രാമ 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 എന്ന് ഉച്ചരിക്കുമ്പോൾ, ശ്രീറാം ജയറാം ജയ ജയറാം എന്ന് ഉച്ചരിക്കുമ്പോൾ 1000 നാമങ്ങൾക്കും തുല്യമാണ്. അത്രയും ഇമ്പോർട്ടൻസ് ആണ് രാമനാമം. രാമ എന്നുള്ള വാക്ക് എല്ലാ മതത്തിലുമുണ്ട്. ഒരുപാട് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ സാധിക്കും. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയും പവർഫുള്ളാണ് പേര്, രാമ എന്നുള്ള പേര്. ഇപ്പോൾ രാമ 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 എന്ന് ചാൻറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ചക്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരാണെങ്കിൽ രാ എന്ന് പറഞ്ഞാൽ പിങ്കള നാഡിയും മാ എന്ന് പറഞ്ഞാൽ ഇടാ നാഡിയുമാണ്. ഇടാ പിങ്കള നാഡികൾ ബാലൻസ് ആവും രാമ രാമ എന്ന് ജപിക്കുമ്പോൾ. രാ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഉത്തേജിപ്പിക്കുന്നത് മണിപൂരക ചക്രത്തിനെയാണ്. മാ എന്ന് പറയുന്നത് ഹൃദയ ചക്രത്തിനെയുമാണ്. അപ്പോൾ രാ എന്ന് പറയുമ്പോൾ നമ്മളുടെ കുണ്ടലിനിയെ അത് മണിപൂരക ചക്രം വരെ എത്തിക്കുകയും മാ എന്ന് പറയുന്നത് ഈ ഹൃദയത്തിൽ നിന്നപ്പുറത്തേക്ക് സഹസ്രാരം വരെ കൊണ്ടെത്തിക്കും എന്നാണ് പറയുക. ഇത് താന്ത്രികമായിട്ടുള്ള വിചാരമാണ്. അപ്പോൾ രാമനാമം ജപിക്കുക. നിങ്ങളേത് ധർമ്മം ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ഇത് ഏതർത്ഥത്തിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നിങ്ങൾ രാമനെ പ്രാർത്ഥിക്കുന്നവർക്ക് രാമനാമം ജപിക്കാം. രാമനെ അല്ല ഒരു നാമമായിട്ടൊരു ഫിലോസഫിക്കൽ അർത്ഥമായിട്ടും നിങ്ങൾക്ക് രാമനാമം ജപിക്കാം. സിഖുകാർ രാമനാമം ജപിക്കാറുണ്ട്. അതേപോലെ എല്ലാത്തിലുമുണ്ട് രാമൻ. ബുദ്ധിസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ടിബറ്റൻ ബുദ്ധിസത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല പല ഗ്രന്ഥങ്ങളിൽ, ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങളിൽ രാമൻ സിദ്ധപുരുഷനായിട്ടാണ് കാണുന്നത്.
അപ്പോൾ രാമനാമം എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഈ ടിബറ്റൻ ബുദ്ധിസത്തിലെ ചക്ര യോഗങ്ങളിൽ നമുക്ക് രാമ എന്നുള്ള വാക്കുപയോഗിച്ച് ചക്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അത് വളരെ ഡീപ്പാണ് ഈ നോളജ്. അപ്പോൾ രാമ 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 എന്ന് ജപിക്കുക. ആർക്ക് വേണമെങ്കിലും ഇത് ജപിക്കാം, ഏത് മതത്തിലുള്ളവർക്കും ജപിക്കാം. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള നാദമാണ് രാമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ജപിക്കുക, ജപിച്ചിട്ട് റിസൾട്ട് പറയാം. 108 തവണ എല്ലാ ദിവസവും നിങ്ങൾ രാമനാമം ജപിച്ച് തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ആത്മീയതയിലും വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാവുന്നതാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തുടക്കത്തിൽ ജപിക്കുന്നവർ ദയവ് ചെയ്ത് ഉറക്കെ ജപിക്കുക. ഉറക്ക മീൻസ് നമുക്ക് കേൾക്കുന്ന, അപ്പോൾ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യണം. നമ്മളൊരു കാര്യം, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബോഡിയിൽ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ എല്ലാവരും ഓരോ നാമങ്ങൾ ഉച്ചരിക്കുമ്പോഴും വൈബ്രേഷൻ ഫീൽ ചെയ്യാം. ഓരോ നാമത്തിനും അതിൻ്റേതായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ട്. തുടക്കത്തിൽ അങ്ങനെ ചെയ്യാം. ഏറ്റവും പവർഫുൾ ആക്ച്വലി മനസ്സിൽ ചൊല്ലുന്നതാണ്, പക്ഷെ തുടക്കത്തിൽ അങ്ങനെ ചെയ്യരുത്. തുടക്കത്തിൽ എപ്പോഴും ഉറക്കെ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് നമ്മളല്ലാതെ ചെയ്ത്. നിങ്ങളൊരു 108 മണികളുള്ള മാല വാങ്ങിക്കുക, രാമ 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 എന്ന് ചാൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാരാമനെ ഉണർത്തുക. എല്ലാവർക്കും എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. ഹൃദയത്തിൽ നിന്നും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.